Assalamualaikum. Welcome back to my YouTube channel. ഞാൻ ഫാത്തിമ. I hope all of you doing good. അപ്പോൾ ഞാൻ കുറേ നാളിന് ശേഷമായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നുള്ളത്. കുറേ നാളെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഞാൻ 1 മന്തിൽ കൂടുതലായെന്ന് തോന്നുന്നു ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി മിഡ് ജാനുവരിയിൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായ ഒരു വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് 2-3 ദിവസം മുമ്പ് ഇട്ടത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ വളരെ ചെറിയ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കാലൊന്ന് ഫ്രാക്ചർ ആയിട്ടുണ്ട്. അപ്പം ചെറുതെന്ന് പറഞ്ഞാൽ ചെറുതട്ടെ, എൻ്റെ വണ്ടി ഇങ്ങനെ ചെരിഞ്ഞു പോയതാണ്. പക്ഷെ അപ്പം എൻ്റെ കാല് കൂടി അതിൻ്റെ കൂടെ ഇങ്ങനെ ചെരിഞ്ഞു പോയി. അപ്പോൾ വണ്ടിക്കും എൻ്റെ കൂടെ ഉണ്ടായ ആൾക്കാർക്കും ആർക്കൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ കാല് മാത്രം കറക്റ്റ് ഫ്രാക്ചർ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ 35 ഡേയ്സ് POP ഇട്ടിട്ട് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം ഡേയ്സ് ഓൾമോസ്റ്റ് ആവാറായി. നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ് 27th ഫെബ്രുവരിനാണ് എനിക്കിത് കാല് അയക്കേണ്ടത്. സോ അതുവരെ അപ്പം എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ ഈ പ്ലാസ്റ്റർ ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഉണ്ടായത്. എന്ത് ചെയ്യും, എനിക്കിനി വീഡിയോസ് ചെയ്യാൻ പറ്റില്ലല്ലോ, നടക്കാൻ പറ്റില്ല, സാറാൻ്റെ കാര്യങ്ങൾ നോക്കണം, ഫുൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടാണ് ഉണ്ടായത്. പക്ഷെ ഫസ്റ്റ് കുറച്ച് ഇനീഷ്യൽ ഡേയ്സിൽ എനിക്ക് സാറനെ കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവളുടെ കാര്യമെല്ലാം ഞാനാ ചെയ്യുക. അപ്പോൾ വേറെ ഒരാളെടുത്ത് അവൾ സഹകരിക്കുന്നുണ്ടായിട്ടില്ല. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാം, മമ്മ പ്ലീസ് കുറച്ച് സമയം ഒന്ന് ചുമലത്തിടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഇവിടെ കിടന്നിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം ആവട്ടെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റൊക്കെ ഞാൻ കരയും തന്നെയാണ് ഉണ്ടായത്. പിന്നെ ഓക്കെ ആയി വന്ന് അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കാൻ തുടങ്ങി. അപ്പം പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. സോ അപ്പോൾ സാറിൻ്റെ കാര്യം ഓൾമോസ്റ്റ് ഒന്ന് സെറ്റായി. പിന്നെ എൻ്റെ വീഡിയോസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി റീൽസിന് ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഓൾറെഡി കുറച്ച് ഷൂട്ട് ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇട്ടു. പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്ന് അപ്പോൾ എനിക്ക് എന്തായാലും സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നുണ്ടായിരുന്നു. എനിക്ക് എന്തായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ആ ഒരു റീച്ച് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഡൗൺ ആയത് തന്നെയാണ്. അതൊന്ന് കയറി വരാൻ നല്ല പണിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെയും അതങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് അവസാനം ഞാൻ റിവ്യൂ പറയുന്ന പോലെ നമ്മൾ ഈ യൂട്യൂബിൽ ചെയ്യുന്ന പോലെ ഇൻസ്റ്റഗ്രാമിലും ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. റിവ്യൂ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ഓൺ ചെയ്തിട്ട് കാണിക്കുന്നതിൻ്റെ അത്ര ആ ഒരു റീച്ചൊന്നും നമുക്ക് ആ ഒരു റിവ്യൂ പറയുന്നതിൽ കിട്ടുന്നില്ല. പിന്നെ ഞാൻ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇങ്ങനെ ഇരുന്ന് പറയാനും നല്ല മടിയായി തുടങ്ങി. അപ്പം പിന്നെ അൺബോക്സിംഗ് ആകുമ്പോൾ പെട്ടെന്ന് കഴിയും. അപ്പോൾ അൺബോക്സിംഗ് ആണ് ഇപ്പം ഞാൻ കറൻ്റ്ലി ചെയ്യുന്നത്. പിന്നെ യൂട്യൂബിലേക്ക് എന്താ ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇനീഷ്യൽ സ്റ്റേജസിലൊന്നും എനിക്കങ്ങനെ കാല് ഇങ്ങനെ താഴ്ത്തി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഇവിടെ ഇരിക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. കാലിങ്ങനെ താഴ്ത്തി വെക്കുമ്പോൾ സ്വെല്ലിങ് വരുമായിരുന്നു കാലിന്. അതുകൊണ്ട് കാലങ്ങനെ എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ മറ്റേ ഇൻസ്റ്റഗ്രാമിലേക്കുള്ളത് ഒരുപാട് സാധനം എനിക്ക് ഡെലിവറി ആകുമ്പം ആ എല്ലാ സാധനം കൊണ്ട് ഞാൻ ഒരുമിച്ച് വന്നിട്ട് ഒറ്റയടിക്ക് ഒരു ദിവസം തന്നെ ഒരു 4 to 5 hours ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ടായത്. ഒറ്റൊരു ദിവസം കൊണ്ട് തന്നെയാണ് ഞാൻ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് എല്ലാം പറയുന്നുള്ളത്. സോ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിട്ടായിരുന്നത്. പക്ഷെ ആ റൂമിൽ നിന്ന് ഇവിടത്തേക്ക് വരാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരു കാലിൽ തുള്ളി വരണം പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. അതൊന്നും നമുക്ക്, അതായത് മറ്റേ ഒരു കാലിൽ മാത്രമല്ല നമ്മൾ മൊത്തം വെയിറ്റ് ആ ഒരു ബെയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു കാലിൽ നമ്മൾ വെയിറ്റ് താങ്ങാനുള്ള ശേഷി ഫസ്റ്റൊക്കെ ഉണ്ടാവും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും അത് നിൽക്കും. കാരണം നമ്മൾ ഒന്നാമത് കിടന്ന ഫുഡ് കഴിച്ച് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ മൊത്തം വെയിറ്റ് ഒരു കാലിൽ മാത്രം കൊടുക്കാന്ന് പറഞ്ഞത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. പിന്നെ ആ മറ്റേ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റ ദിവസം തന്നെ മാക്സിമം ഒരു ദിവസം തന്നെ എല്ലാം എടുത്ത് തീർക്കാൻ വേണ്ടി നോക്കും. ലൈറ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ അങ്ങനെ തന്നെ എടുത്തോളാം വെച്ചിട്ട് അങ്ങനെ എടുക്കും. പിന്നെ ഈ റൂമിൽ നിന്ന് എടുക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ മേളിൽ നിന്ന് എടുക്കുമ്പോൾ AC ഇട്ടിച്ചാണ് എടുക്കുക. അപ്പം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റൂമെന്ന് പറയുന്നത് ഞാൻ താഴെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫാൻ ഇട്ടിച്ച് എടുക്കാൻ പറ്റില്ല, സൗണ്ടിൻ്റെ പ്രശ്നം. ഇനി ഫാൻ ഓഫാക്കിയാൽ തന്നെ നല്ല ചൂടാണ്. അതും നട്ടപ്പറ ഉച്ചക്കാണ് കേട്ടോ ഞാനിപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നല്ല നട്ടുച്ചയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ റൂമില്ല. അപ്പം നല്ല ചൂടുണ്ട്. അപ്പം നമുക്ക് ഈ റിംഗ് ലൈറ്റ് കൂടി വെക്കുകയാണെങ്കിൽ ആ ഒരു ചൂട് കൂടി ഏറ്റിച്ച് നല്ല ചൂടാണ്. ഇപ്പം തന്നെ കണ്ടത് നല്ലോണം വേർത്തിട്ടുണ്ട്. സോ നമുക്ക് കഥ ഇത്ര മതി തോന്നുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സംഭവം. ഒരു സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ വീഡിയോസ് ഇടാതിരുന്നത്. എനിക്ക് യൂട്യൂബ് വീഡിയോ എടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാതിരുന്നത്.
സോറി ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നു. അപ്പോൾ അത്രയാണ് എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോറി കുറച്ച് വലുതായോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സ്റ്റിൽ ഇത് നിങ്ങളോട് പറയണമല്ലോ. ഇത് നിങ്ങൾ കമൻസിൽ ചോദിക്കുക എന്തായെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും Q&A ഒക്കെ ഇടുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് കാലെന്തായി എന്നുള്ളത്. കാലിപ്പോൾ ഓക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പം എനിക്ക് നിലത്ത് ഇങ്ങനെ താഴ്ത്തി വെച്ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. സ്വെല്ലിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ 27th ഇൻഷാല്ലാ ഇത് അയക്കണം. അപ്പോൾ അയച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അയച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ട്രൈ ഓൺ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മളെന്താ റിവ്യൂ വീഡിയോ പോലെ ചെയ്യാം. ഇനി ആ ഒരു റെഫറൻസ് പിക്ചറൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിന്ത്ര കിഡ്സ് വെയർ ഹോളാണ്. അതായത് 8 years വരെയുള്ള അത്രയും സൈസസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ഡ്രസ്സിൻ്റെ ഒക്കെ 8 years വരെയൊക്കെ ഉള്ള സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ 2 to 8 years വരെയുള്ള കുട്ടികളുടെ ഹോൾ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ മിന്ത്രയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. മിന്ത്രയിൽ നിന്ന് ഞാൻ കുറേ ആയിട്ടോ പർച്ചേസ് ചെയ്തിട്ട്, അതായത് സാർക്ക് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് കുറേ ആയി. അല്ലാതെ ഹോൾ വീഡിയോ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. മിന്ത്ര കിഡ്സ് വെയർ ഹോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാം അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നല്ല ഗുഡ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇതിൻ്റെ ഇൻസ്റ്റയിലേക്ക് വേണ്ടിയിട്ടുള്ള റീൽസ് എടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവർ പറഞ്ഞു നല്ല ഭംഗിയുണ്ടല്ലോ പറഞ്ഞിട്ട് ഓൾറെഡി 3-4 അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ എന്തായിട്ടും ചെക്കൗട്ട് ചെയ്തൊക്കെ. എല്ലാത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 100 on 100 ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. അത്രയും നല്ല പ്രൊഡക്ട്സ് ആണ്. ആൻഡ് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി, അതുകൊണ്ട് ചെറിയൊരു റേറ്റിൽ ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട്. ചിലതിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട്, ചിലത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയ ഡിഫറൻസ്, ഒരു 5 rupees ഡിഫറൻസ്, 20 rupees ഡിഫറൻസ്, അങ്ങനെയൊക്കെ ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മിന്ത്രയിൽ പെട്ടെന്ന് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ബെസ്റ്റ് പ്രൈസിൽ തന്നെ വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാം ഞാൻ വാങ്ങിക്കുമ്പോൾ എല്ലാം തന്നെ 500 ബിലോ ആണ് കേട്ടോ റേറ്റ് ഉണ്ടായത്. ഏതോ ഒന്ന് മാത്രമേ 560 അങ്ങനെ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ 500 ബിലോ ആണ് റേറ്റ് വന്നിട്ടുള്ളത്. ആൻഡ് അത്യാവശ്യം നമുക്ക് ഈദിനൊക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. പിന്നെ ഞാൻ അജിയോന്നായാലും മീഷോന്നായാലും ഒക്കെ വാങ്ങിക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ അങ്ങനെ ഇടുന്ന പറ്റുന്ന ഡ്രസ്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. സോ ഇത് എന്ന് പറയുന്നത് നമുക്ക് ഈദ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്യാണം അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കുറച്ച് ഡ്രസ്സസ് ആണ്. കുറച്ച് നല്ല രസമുള്ള ഡ്രസ്സസ് ആണ് ഇന്നത്തെ ഡ്രസ്സസ് മൊത്തം. അപ്പോൾ എനിക്ക് ക്യാമറയിൽ തന്നെ നോക്കി സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നോക്കി സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ. അപ്പം ഓക്കെ, എൻ്റെ ഇന്നത്തെ ഡ്രസ്സ് എനിക്കുണ്ടല്ലോ കുറേ നാളായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു കണക്ഷൻ കിട്ടുന്നില്ല സംസാരിക്കുന്നില്ല. സോ എൻ്റെ ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് പറയാം. ഇത് യെല്ലോ കാലിക്കറ്റ് എന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കാലൊന്ന് നേരെ നിവർന്ന് നിന്നാൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. സോ ഹിജാബ് ഏതോ റാൻഡമായിട്ടുള്ളൊരു പേജിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് സംഭവം മിന്ത്രയിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തതിൽ. കുറേ ആയിട്ടോ പർച്ചേസ് ചെയ്തിട്ട്. സോ അപ്പോൾ അത്രയാണ് ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്തൊക്കെ. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ടീഷർട്ട് ഡ്രസ്സ് പോലത്തെ ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഇവിടെ പിക്ചർ കൊടുക്കാം. എനിക്ക് പിക്ചർ കണ്ടിട്ട് നല്ല ഇഷ്ടമായി. ആൻഡ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കളേഴ്സാണ് കേട്ടോ ഇഷ്ടം. ഓറഞ്ച്, പിന്നെ ഇത് ഇങ്ങനെയുള്ള കുറച്ചിങ്ങനെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഇലക്ട്രിക് ബ്ലൂ, പിന്നെ ഇത് ഇങ്ങനെയുള്ള ഗ്രീൻ, ഫ്ലോറസൻ ഗ്രീൻ, അങ്ങനത്തെ ഒക്കെ ഗ്രീൻസും അങ്ങനെ ആ ഒരു കളർ പാലറ്റാണ് എനിക്ക് കുറച്ചുകൂടി ഇപ്പോൾ ഇഷ്ടമുള്ളത്. സോ ഈ ഒരു ഡ്രസ്സ് ഇതെനിക്ക് പിക്ചറിൽ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. ഇതൊരു ടീഷർട്ട് ഡ്രസ്സാണ്. നമ്മൾ ഈ ജെൻസിൻ്റെ ടീഷർട്ടിൻ്റെ മെറ്റീരിയലാണ് ഇതിന് വന്നിട്ടുള്ളത്. ആൻഡ് ഇങ്ങനെ ഇവിടെ ഒരു ഹാർട്ട് ഉണ്ട്, 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് തല കയറാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആൻഡ് ഇതിൻ്റെ സ്ലീവ്സിൻ്റെ ഇവിടെ നമുക്കിങ്ങനെ ഫ്രിൽ ഡീറ്റെയിലിംഗ് പോലെ വന്നിട്ടുണ്ട്. ആൻഡ് എൻഡിലും ആ ഒരു ഫ്രിൽസ് പോലെ ഇങ്ങനെ വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ക്വാളിറ്റി എന്ന് പറയുന്നത് 100 on 100 ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. എപ്പോഴും മിന്ത്ര നമ്മളെ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. അത്രയും നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സസ് ആട്ടോ എനിക്ക് മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ കിട്ടാറുള്ളത്. നല്ല ക്വാളിറ്റിയാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിക്ചർ ഞാനോട് കൊടുക്കാം. ആൻഡ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ സൈസ് എനിക്ക് തോന്നുന്നു 8 years വരെയും സൈസസ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 410 രൂപയാണ് കേട്ടോ. ഇപ്പം എന്തോ ചേഞ്ച് ഉണ്ട് റേറ്റിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് 410 rupeesനാണ്. ആ റേറ്റിന് അടിപൊളിയാണ്. ആ റേറ്റിൽ ഒരു 500 ആ ഒരു റേഞ്ചിലൊക്കെ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. കാരണം കുട്ടികളുടെ ഡ്രസ്സിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നല്ല എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ഡ്രസ്സിനേക്കാളും നല്ല എക്സ്പെൻസീവ് ആണ് കുട്ടികളുടെ ഡ്രസ്സ്. അപ്പോൾ 500 ആ ഒരു റേഞ്ച് 410
400 സംതിങ് ആ റേഞ്ചിന് ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാണ്. നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ്. അപ്പം ഞാനിത് സൈസ് എടുത്തുള്ളത് 3 to 4 ആണ് കേട്ടോ. സൈസ് എടുത്തുള്ളത് 2 to 3 ആണ് സൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാറയ്ക്ക് ഇത് കറക്റ്റാണ് വന്നിട്ടുള്ളത്. സാറയ്ക്ക് ഇപ്പം മെയ് വന്നാലാണ് 3 years ആവുക. അപ്പോൾ 2 to 3 ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് സാറയ്ക്ക് കറക്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് ഒന്നും കൂടി ഒരു സൈസ് വലുതെടുത്താൽ കുറച്ച് ഇങ്ങനെ ഓവർ സൈസ്ഡ് ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇതായിരിക്കും ചെറിയ കുട്ടികൾക്കൊന്നും അങ്ങനെ വലിയ ഓവർ സൈസ്ഡ് കാണാൻ രസം ഉണ്ടാവില്ല. സോ ഇതാണ് ഞാൻ സാറൊക്കെ എടുത്തിട്ടുള്ള ഫസ്റ്റത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ വായി മൊത്തം നാവ് മൊത്തം ഇങ്ങനെ ഉളുക്കുന്നുണ്ട് കേട്ടോ സംസാരിക്കുമ്പോൾ. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, കാരണം എന്നെ കുറേയായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. സോ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ഫ്ലോറലായിട്ട് വരുന്നുള്ള ഒരു ഫ്രോക്കാണ്. സോ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. ഇതും അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു ഓഫ് വൈറ്റിൽ നമുക്കിങ്ങനെ ഒരു ഓറഞ്ച് ഗ്രീൻ പിന്നെ ഒരു ഡാർക്ക് പിങ്ക് കളർ കോമ്പിനേഷനിൽ ഫ്ലോറൽസ് ആയിട്ട് വരികയാണ് ചെയ്യുക. ആൻഡ് ഇവിടെ നമുക്കൊരു ലേസ് ഡീറ്റെയിലിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ ഫ്രിൽസ് ആണ് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ്സിൽ എൻഡിൽ എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. നല്ല രസമുള്ള ഡ്രസ്സാണ് കേട്ടോ. ബാക്കിൽ നമുക്ക് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പം തലയിടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ ഇതെങ്ങനെ വന്നിട്ടുള്ള ഒരു ഫ്രോക്കാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അടിപൊളി ക്വാളിറ്റിയിലും തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 432 രൂപയാണ് കേട്ടോ. 432 റുപ്പീസാണ്. ആ റേറ്റിന് നല്ല വേർത്തുള്ള പ്രൊഡക്റ്റാണ്. എല്ലാ പ്രൊഡക്ട്സും തന്നെ 500 ബിലോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ആ റേറ്റിന് വേർത്തായിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത്. ഇപ്പോൾ റേറ്റിന് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അത് പക്ഷെ എന്നാലും ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആ റേറ്റിനും വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾ ഈ റേറ്റ് എനിക്ക് കിട്ടിയ റേറ്റിന് തന്നെ വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പം ഉള്ള റേറ്റും ഒരു 500 ബിലോ ആണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോ. ആ റേറ്റിന് നമ്മൾ ആ 500 ബിലോ കൊടുക്കേണ്ട ആ റേറ്റിന് ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട് എന്തായാലും. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. സോ ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇട്ടിട്ടുള്ള ആ ഒരു റെഫറൻസ് പിക്ചർ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. സോ ഇതാണ് പ്രൊഡക്റ്റ്. ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്കൗട്ട്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു സീജ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നുള്ള ഒരു ഫ്രോക്കാണ്. ഇതും അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്ലോസ് ഷോട്ട് കാണുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ യോക്ക് പോർഷനിൽ ചെസ്റ്റ് പോർഷനിൽ നമുക്കിങ്ങനെ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറൽ എംബ്രോയിഡറി പോലെ കൊടുത്തിട്ടുണ്ട്. ഫുൾ സ്ലീവ്സ് ആണ്. സ്ലീവ്സിൻ്റെ എൻഡിൽ എലാസ്റ്റിക് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ എൻഡിൽ നമുക്ക് ഫസ്റ്റ് കാണിച്ച ഗ്രീൻ പോലെ ഇവിടെയും നമുക്കിങ്ങനെ ഫ്രിൽസ് ആയിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെയും പിക്ചർ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അത് കാണുമ്പോൾ മനസ്സിലാവും. ബാക്കിൽ നമുക്ക് 3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കഴുത്തിടുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ടുള്ള ബീബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. സെക്കൻഡ് കാണിച്ചതും സെയിം ബ്രാൻഡാണ്. ഫസ്റ്റ് കാണിച്ചത് ഏതോ ഒരു ബ്രാൻഡാണ്. ഏതോ റാൻഡം ബ്രാൻഡാണ്, പക്ഷെ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 538 റുപ്പീസാണ്. ഇതും എനിക്ക് തോന്നുന്നു 8 years വരെ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്തായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൈസസ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. എല്ലാം തന്നെ നല്ല അടിപൊളി ഡ്രസ്സാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായിട്ടും ചെക്കൗട്ട് ചെയ്തൊക്കെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഫ്രോക്ക് ടൈപ്പിൽ തന്നെ വരുന്നുള്ളത്. എനിക്കൊന്നും എല്ലാം തന്നെ ഫ്രോക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സോ ഇതാണ്. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഒരു ഡൾ പിങ്ക് ഷെയ്ഡിൽ വരുന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഈ ഒരു കളർ പാറ്റേണിൽ തന്നെ ഈ ഒരു കളറിൽ ഈ ഒരു പാറ്റേണിൽ തന്നെ വരുന്നുള്ള സാറൊക്കെ ചെറുതുണ്ടാകുമ്പോൾ ഒരു ഡ്രസ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടായത്. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ വന്നിട്ട് അങ്ങനെ വാങ്ങിയതാണ്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫുൾ സ്ലീവ്സിൽ എൻഡിൽ എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതിന് നമുക്കിതിങ്ങനെ സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എൻഡിൽ ഇതുപോലെ നമുക്കിങ്ങനെ ഒരു ഫ്രിൽസ് കൊടുത്തിട്ട് ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും പിക്ചർ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് തലയിടുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതും സെയിം ബീബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രൈയിലൊക്കെ ഓൾറെഡി ഉള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ ബീബേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 445 രൂപയാണ്. 445 റുപ്പീസ്. ആ റേറ്റിന് നല്ല വേർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. റേറ്റിൽ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. എന്നാലും 500 ബിലോ ആണെങ്കിൽ നിങ്ങൾ എന്തായിട്ടും അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. കാരണം പെട്ടെന്ന് റേറ്റ് ചേഞ്ച് ആവും. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. എന്തായിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കട്ടെ വേഗം തന്നെ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് എഗെയിൻ ഒരു ഫ്രോക്കാണ്. ഇത് മാക്സിൻ്റെ ആണ് കേട്ടോ. മാക്സ് ബ്രാൻഡിൻ്റെതാണ്. എനിക്ക് കണ്ടപ്പം നല്ല ഇഷ്ടമായി. ഒരു മൾട്ടി കളർ പാറ്റേണിൽ വരുന്നുള്ള ഒരു ഫ്രോക്കാണ്. അപ്പം ഞാൻ ഇവിടെ പിക്ചർ കൊടുക്കാം. ഇതാണ് സംഭവം. സോ ഇതാണ് പ്രൊഡക്റ്റ്. നമുക്കൊരു ടീഷർട്ട് എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു
സ്ട്രാപ്പ് വരുന്നുള്ള ഒരു ഫ്രോക്കാണ്. ആൻഡ് ഇതിൻ്റെ യോക്ക് പോർഷനിൽ നമുക്കിങ്ങനെ ഒരു എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്, നല്ല സ്ട്രെച്ചബിൾ ആണ്. അങ്ങനെ ഒരു എലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതാണ് കേട്ടോ, ഇതെനിക്ക് കുറച്ച് സാർക്ക് ചെറുതായിട്ടാണ് തോന്നുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് 2 to 3 ആണ്. പക്ഷെ നിങ്ങളുടെ മോൾക്ക് എന്താ ഇപ്പോൾ സാർക്ക് 3 ആവുന്നതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 to 3 ആണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ 3 വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ 3 to 4 എടുക്കാൻ നോക്കുക, എന്നാൽ മാത്രമേ ഇതിൻ്റെ ലെങ്ത് ശരിയാവുള്ളൂ കേട്ടോ. ലെങ്ത് കുറച്ച് ചെറുതായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടീഷർട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സാണ് ഇത് വന്നിട്ടുള്ളത്. മാക്സ് ആണ് ബ്രാൻഡ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 400 രൂപയാണ് കേട്ടോ, 409 രൂപ. 409 റുപ്പീസിനാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ റേറ്റിന് നല്ല വേർത്താണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. മാക്സിൻ്റെ പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ, ഓൾറെഡി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആയിരിക്കും മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഇഷ്ടമായിട്ടാണ്, നല്ല രസമുണ്ട്, നല്ലൊരു സമ്മറി വൈബ് തരുന്ന ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സാണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, എന്തായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഈ ഒരു പാറ്റേൺ നല്ല ഇഷ്ടമായി. സോ ഇതാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഇത് അഗെയിൻ ഒരു ഫ്രോക്ക് തന്നെയാണ്, പക്ഷെ നമുക്കിങ്ങനെ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം പുറത്തും പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഫ്രോക്കാണ്. നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട്, എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഇഷ്ടമായി. ആൻഡ് ആ ഒരു പാറ്റേൺ നല്ല ഇഷ്ടമായി. നോർമൽ ടൈപ്പിൽ വരുന്നുള്ള ഒരു ഫ്രോക്കാണ്. സ്ലീവ് ഇതിങ്ങനെയാണ് സ്ലീവ്സ് വരുന്നുള്ളത്, ഇതിങ്ങനെയാണ് സ്ലീവ്സ് വരുന്നുള്ളത്. ആൻഡ് ഇവിടെ നമുക്കൊരു ബോ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്. പാൻറ്റലൂൺസ് ആണ് ബ്രാൻഡ് വന്നിട്ടുള്ളത്. പാൻറ്റലൂൺസിൻ്റെ പ്രൊഡക്റ്റ്, ഓക്കെ, പാൻറ്റലൂൺസിൻ്റെ പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ 2 to 3 ആണ് സൈസ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 394 റുപ്പീസാണ്. ഇപ്പോൾ റേറ്റിൽ എന്തോ ചെറിയ ഡിഫറൻസ് ഉണ്ട്. നല്ല മണം. അപ്പോൾ റേറ്റിൽ ഇപ്പോൾ എന്തോ ചെറിയ ഡിഫറൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ നല്ല വേർത്താണ്. ആ റേറ്റിന് ഒരു 450 ബിലോ റേറ്റിന് വേർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായിട്ടും ചെക്കൗട്ട് ചെയ്തൊക്കെ, കാണാനും നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായിട്ടും ചെക്കൗട്ട് ചെയ്തൊക്കെ, ഇതിൻ്റെ വേറെ സൈസസ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായിട്ടും ചെക്കൗട്ട് ചെയ്തൊക്കെ. സോ നമുക്ക് നെക്സ്റ്റ് രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, നൈറ്റ് വേസ് ആണ്. നമുക്ക് രാത്രിയിൽ നൈറ്റി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു 2 സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് 282 റുപ്പീസാണ് കേട്ടോ. രണ്ടിനും 282, അതായത് 282 ഈച്ച് ആണ് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. ഇത് ഡിസ്നി ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഡിസ്നി ആണ് ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നൈറ്റി ആണ് കേട്ടോ. ഇങ്ങനെ നൈറ്റി ആണ് വന്നിട്ടുള്ളത്. ഒരു മിനി മൗസ് ആൻഡ് എന്താ അതിന് പറയുക, ഡൊണാൾഡ് ഡക്ക് അല്ലേ, ആ 2 സംഭവങ്ങൾ ക്യാരക്ടേഴ്സ് വരുന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് നൈറ്റി ആണ്. അപ്പോൾ ഇത് നിങ്ങൾ സൈസ് കൂടുതൽ എടുക്കുക, കാരണം രാത്രിയിൽ ഇടുന്നതാണ്. അപ്പം ലൂസ് ഫിറ്റിൽ ഇടണം. അപ്പോൾ ലൂസിലിട്ടാൽ അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സൈസ് ഒന്ന് കൂട്ടിയെടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 to 3 ആണ്. ഇത് സാറൊക്കെ ഇങ്ങനെ ഇതാണ്, ഈ ഒരു വേസ്റ്റിൻ്റെ കൂടെ നോക്കി ഇങ്ങനെ ഷേപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു സൈസ് കൂടുതൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. സാർക്ക് ഇതിപ്പോൾ ലൂസിലാണ് ഉള്ളത്, ബട്ട് സ്റ്റിൽ കുറച്ചുകൂടെ ലൂസ് വേണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത്. ലെങ്ത് അത്യാവശ്യം ഒരു കാഫ് ലെങ്ത് ആണ് ഉണ്ടാവുക. ആ ഒരു സെയിം ബ്രാൻഡിൻ്റെ തന്നെ സെയിം നൈറ്റിയിൽ വേറൊരു പാറ്റേൺ കൂടി ചൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മിനി മൗസ് ആയിട്ട് വരുന്നുള്ള ഈ ഒരു പാറ്റേൺ. അപ്പോൾ ഈ ഒരു 2 നൈറ്റീസ് ആണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. 282 റുപ്പീസാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായിട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വേറെയും പാറ്റേൺസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിത് 2ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സൈസ് ഒന്ന് എക്സ്ട്രാ എടുക്കാൻ നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വാട്ട് ടു ഡു, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലി കസിൻസ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സ് ആണ് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ആൻഡ് നമുക്ക് ഇൻഷാല്ല 27th ശേഷം നമ്മുടെ ട്രൈ ഓൺ വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതുവരേക്കും ട്രൈ ഓൺ വീഡിയോസ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഞാൻ ഒരു 2 അജിയോ ഹോളും അതുപോലെ ഒരു മീഷോ ഹോളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് പോകുന്നത്. അപ്പോൾ അതിലൊന്നും ട്രൈ ഓൺ വീഡിയോസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ താഴെ വന്നിട്ട് എന്താ ട്രൈ ഓൺ വിടാത്തത്, എന്താ ഇട്ടിട്ട് കാണിക്കാത്തതെന്ന് ചോദിക്കരുത്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. അതായത് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ളൊരു സങ്കടം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് 27th ശേഷം പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാല്ല. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് ട്രൈ ഓൺ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെ ബൈ.